ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഓണം സദ്യ സ്പെഷ്യൽ രസം. വളരെ സിമ്പിളായി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രസമാണ്. നിങ്ങൾ ട്രൈ ചെയ്യൂ. ഒരു പാൻ എടുത്ത് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 4 പഴുത്ത തക്കാളി മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുത്ത് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി വെച്ച് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നല്ലതുപോലെ ചതച്ചെടുത്ത 25 ചുവന്നുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും നമുക്കിതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് തവി വെച്ച് ഇളക്കി യോജിപ്പിച്ചു കൊണ്ടിരിക്കാം. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തീ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഇത് യോജിപ്പിച്ച് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നല്ല ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. 2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്ത് പിഴിഞ്ഞ് അരിച്ചത് വെള്ളം കൂടി ചേർത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ആവശ്യാനുസരണം വെള്ളം ഇതിലേക്ക് ചേർത്ത് നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. മല്ലിയില വിതറി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. ഇങ്ങനെ തിളപ്പിച്ചാൽ നമ്മുടെ രസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് താളിക്കാം. ഇനി ഒരു കടായി ചൂടായതിലേക്ക് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം. ശേഷം നമുക്ക് നമ്മുടെ രസത്തിലേക്ക് ഒഴിച്ച് നമുക്കിത് താളിക്കാം. നമ്മുടെ രസത്തിൻ്റെ കളർ തന്നെ മാറിക്കഴിഞ്ഞു. വളരെ രുചിയുള്ള, വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ കഴിയുന്ന ഈ രസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്. ഇനി നമുക്കിതിൻ്റെ മീതേക്ക് കുറച്ച് മല്ലിയില കൂടി ഒന്ന് വിതറി കൊടുക്കാം, ഒരു ഡെക്കറേഷന് വേണ്ടി. കണ്ടില്ലേ, സൂപ്പർ രസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തയ്യാറാക്കൂ. ഓക്കേ, ബൈ ബൈ.